السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. Today, आज അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും ഇവിടെ ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ 30ാം വാർഷികത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇതിനേക്കാൾ ഉപരി നിങ്ങൾ അള്ളാഹുവിൻ്റെ സമക്ഷം നന്ദി പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ മനുഷ്യ സേവനത്തിന് വേണ്ടി ചെയ്ത പ്രതിജ്ഞകളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് എന്നാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു ആത്മാവോടുകൂടി, ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്നത് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ ആരംഭം ഖൽമസി റാബി റഹ്മത്തുള്ളാഹിയാണ് തുടക്കം കുറിച്ചത്. ഖൽമസി റാബിയുടെ ദീർഘവീക്ഷണത്തോടു കൂടി ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു. എങ്ങനെയാണ് മനുഷ്യകുലത്തെ സേവിക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകൃതമാക്കേണ്ടത്, മറ്റൊരു ലക്ഷ്യങ്ങളുമില്ലാതെ, മത ജാതി വർഗ വർണ്ണ ഭേദമന്യേ എങ്ങനെ മനുഷ്യ സേവനം ചെയ്യണം എന്നതായിരുന്നു തീരുമാനിച്ചത്. നിങ്ങൾ ഒരിക്കൽ നിന്നും വിസ്മരിക്കാൻ പാടില്ല ഈ ഉദ്ദേശത്തെക്കുറിച്ച്, ഈ സംഘടനയുടെ പ്രാഥമിക അടിസ്ഥാന ലക്ഷ്യത്തെക്കുറിച്ച്. ഹ്യൂമാനിറ്റി ഫസ്റ്റ് അതിനു വേണ്ടിയാണ് സ്ഥാപിതമായിട്ടുള്ളത് തന്നെ, ഒരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ സേവനം എന്ന് പറയുന്നത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആഗമനോദ്ദേശവും അതുതന്നെയാണ്, മനുഷ്യകുല സേവനം. മസീഹ് ഇസ്ലാം ഇക്കാര്യം അടിക്കടി ഉണർത്തുകയുണ്ടായി. മറ്റുള്ളവരെ സഹായിക്കുക, പരോപകാരം ചെയ്യുക, ആവശ്യക്കാരിലെ അഗതികളിലേക്ക് സഹായം എത്തിക്കുക ദീനിൻ്റെ ഭാഗമാണെന്ന്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ആ മഹാത്മാ പറയുകയുണ്ടായി, ഞാനുമായി ബന്ധം ആരോപിക്കുന്ന വ്യക്തികൾ, ഞാനുമായി ബന്ധമുണ്ടെന്ന് വാദിക്കുന്നവർ ചെയ്യേണ്ടത്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി സഹാനുഭൂതി ഉണ്ടാകണം, അവർക്ക് മത ജാതി വിവേചനം പാടില്ല, എല്ലാവരോടുമുള്ള സ്നേഹം അതുപോലെ തന്നെ കാരുണ്യം അവർക്ക് പ്രകടമാക്കണം. ഇതാണ് ഖുർആൻ്റെ അധ്യാപനവും. അള്ളാഹു പറയുന്നു, ദൈവസ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, അനാഥരുമുണ്ട് അക്കൂട്ടത്തിൽ, അതുപോലെ തന്നെ തടവറയിലുള്ളവരുമുണ്ട്. ഈ വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുകയുണ്ടായി, യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം സേവിക്കുന്നവരല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടി സേവന തൽപരരാകുന്നവരാണ്. അതിനുവേണ്ടി അതിൽ ജയിൽ വാസം അനുഷ്ഠിക്കുന്നവർ, കാരാഗ്രഹവാസം അനുഷ്ഠിക്കുന്നവർ, അതുപോലെ തന്നെ വിവിധ പ്രയാസങ്ങളിൽ അകപ്പെട്ടവർ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരുടെയും കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതാണ് ദീനിൻ്റെ ഒരു ഭാഗം. മുസ്ലിം ഇസ്ലാം പറയുന്നു, ഇസ്ലാമിൻ്റെ ഈ കാരുണ്യം, ഈ ഹൃദയകാരുണ്യത്തിൻ്റെ അധ്യാപനം മറ്റൊരു മതത്തിലുമില്ല. അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. വിശുദ്ധ ഖുർആനാണ് നമ്മെ അത് പ്രബോധിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിന് മാത്രമാണ് ഈ ഒരു വ്യതിരിക്ത സവിശേഷത ഉള്ളത്. മനുഷ്യകുല സേവനത്തിന് വേണ്ടി അടിക്കടി ഈ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതമുടനീളം തന്നെ ഈ ഒരു അധ്യാപനത്തെ പ്രാവർത്തികമാക്കി കാണിക്കുകയുണ്ടായി.
തിരുനബിയുടെ തിരുഹൃദയം ഈ ഒരു ആഗ്രഹം കൊണ്ട് എപ്പോഴും നിറഞ്ഞിരുന്നു. എല്ലാവരിലേക്കും പ്രയാസത്തിലും അസ്വസ്ഥതയിലും പരിഭ്രമത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ള ആശ്വാസമേകുക. അത് ക്രിസ്ത്യാനികളാകട്ടെ, ജൂതന്മാരാകട്ടെ, അല്ലെങ്കിൽ അന്യമതസ്ഥരാകട്ടെ, എല്ലാവരുടെയും സേവനം ആയിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതവ്രതം. ആ ഒരു ഉത്തരവാദിത്തമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തോളിൽ ഏറ്റെടുത്തത്. ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ചയച്ചത് കൊണ്ട് ഈ ഒരു ഉദ്ദേശം, ഈ ഒരു ലക്ഷ്യം പ്രാപ്തി നേടാൻ വേണ്ടിയാണ്. ഹ്യൂമാനിറ്റി ഫസ്റ്റിനും അതിൻ്റെ സംസ്ഥാപനവും അതിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഹദരത്ത് മസീഹ് ഇസ്ലാമുമായി സ്വയം ബന്ധിപ്പിക്കുന്നവർ അവർ ചെയ്യേണ്ടത് ഈ ഒരു പ്രധാനമായ അതുപോലെ തന്നെ അനുഗ്രഹീതമായ അധ്യാപനം മുന്നിൽ വെച്ചുകൊണ്ട് കഠിന പ്രയത്നം നടത്തുക. ജനങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളിൽ നിന്ന് അവരെ അകറ്റുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, പ്രധാനമായി ഏറ്റവും ഈ വഴിയിലുള്ള തടസ്സം എന്ന് പറയുന്നത്, വെല്ലുവിളി എന്ന് പറയുന്നത്, മനുഷ്യകുലത്തിന് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ മനുഷ്യരും എല്ലാ സമയവും ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവസരം ലഭിക്കും. ഏതെങ്കിലും നിലയിൽ ആരെയെങ്കിലും സഹായിക്കാൻ, അവരെ പരിചരിക്കാൻ, അവരിലേക്ക് എത്തിച്ചേരാൻ ഉള്ള അവസരം പല ഘട്ടങ്ങളിലും പല നിലയിലും ലഭിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ വ്യക്തികളും വളരെ സൂക്ഷ്മതയോടെ, വളരെ ജാഗ്രവത്തായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. മസീഹ് ഇസ്ലാം പ്രസ്താവിക്കുന്നു, മനുഷ്യകുലത്തോട് സ്നേഹിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, ഇതാണ് ആരാധനയുടെ ഒരു വകതിരിവും. ഇതുതന്നെയാണ് ദൈവപ്രീതി നേടാൻ വേണ്ടിയുള്ള വളരെ നിസ്സാരമായ, വളരെ അനിതര സാധാരണമായ ഒരു മാർഗം ഇതാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഒരു സംഘടനയുടെയും നാന്ദി കുറിക്കപ്പെട്ടത്. അള്ളാഹു നമുക്ക് അടിക്കടി നമ്മെ ഉണർത്തുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ മതം അല്ലെങ്കിൽ ജാതിയുടെ വ്യത്യാസം മറന്നുകൊണ്ട് എല്ലാവരും സഹായിക്കുക. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു പറയുന്നത്, അതുപോലെ തന്നെ അടിമത്തത്തിൽ അകപ്പെട്ടവരെ അടിമ വിമോചനത്തിന് വേണ്ടി പറയുന്നത്, അതുപോലെ കടക്കണിയിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടവരിലേക്ക് സഹായം എത്തിക്കാൻ വേണ്ടി പറയുന്നതും ജാതിമത വ്യത്യാസമില്ലാതെയാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിലുള്ള നിരന്തരമായ അധ്യാപനം, അതിൻ്റെ ആ പ്രാവർത്തിക രൂപം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചമായ നിലയിൽ വിശുദ്ധ ഖുർആൻ അനുസൃതവും അനുഗുണവുമായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു, പാവന ജീവിതമായിരുന്നു. ഇതൊരു ചാരിറ്റി എന്ന നിലയിലല്ല. യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഒരു പൊതുവായിട്ടുള്ള സേവനം എന്നതിലുപരിയായി ദൈവപ്രീതി നേടാനുള്ള ഒരു മാർഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിത മാതൃക നമുക്ക് അതിന് നമ്മുടെ മുമ്പിൽ ഒരു കർമ്മപദ്ധതിയായി ഉണ്ട്. ഭൗതിക സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിൽ വ്യക്തി ലക്ഷ്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ നിശ്ചിത താല്പര്യങ്ങളോ ഇല്ല. വെറും ദൈവപ്രീതി മാത്രമാണ് ഇവിടെ മുൻനിർത്തുന്നത്. അള്ളാഹുവിനുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഏക ഉപാധിയുമാണ് ഇത്. അതിനുള്ള ഒരു അടയാളവുമാണ്. മനുഷ്യകുലത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റുക എന്നത് അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഏതുവരെ നിരന്തരം ജമാഅത്തുമായി തങ്ങളുടെ ബന്ധം നിലനിർത്തുകയും മറ്റെല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തവും വ്യതിരിക്തവുമായി മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇതിലുണ്ടാകും. ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ ഓഫീസർമാർ കരുതിയിരുന്നത് ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഒരു പൂർണ്ണമായും ജമാഅത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഘടന എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ജമാഅത്തിന് കീഴിലുള്ള ഒരു സംഘടനയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു വഴി എന്ന് പറയുന്നത് ഇത് അള്ളാഹു ജമാഅത്തിന് നൽകിയതാണ്. ജമാഅത്തിൻ്റെ വഴിയിൽ തന്നെയാണ് ഇതും ചലിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കാവതല്ല. നിങ്ങളുടെ ബന്ധം
ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ജമാഅത്തിൻ്റെ കീഴിലായിരിക്കണം, അതിന് കീഴിലുള്ള സംഘടന എന്ന നിലയായിരിക്കണം. അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനെ ഒരു വിവേചനവുമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, മതവിശ്വാസങ്ങൾ കണക്കിലെടുക്കാതെ സേവിക്കുന്നതാണ്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഹസ്രത്ത് ഖലീഫ റാബി ഈ ഒരു സംഘടനയ്ക്ക് സ്ഥാപനം വെച്ചത്. നിങ്ങൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല ഇക്കാര്യത്തെക്കുറിച്ച്. നിങ്ങൾക്ക് ജമാഅത്തുമായുള്ള ബന്ധം കാലത്തിൻ്റെ ഖലീഫയുടെ മാർഗനിർദ്ദേശത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നത് മുഖേന മാത്രമാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ നിങ്ങളുടെ ഈ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത്, ഈ വഴിത്തെരുവ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഹ്യൂമാനിറ്റി ഫസ്റ്റിന് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷം ഇതിന് വളരെയധികം പുരോഗതിയും അഭിവൃദ്ധിയും പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം വളരെ എളിയ നിലയിലായിരുന്നു. എന്നാൽ ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ ബജറ്റ് ആദ്യം കുറച്ച് 1000 പൗണ്ടുകൾ മാത്രമായിരുന്നു, ഡോളർ മാത്രമായിരുന്നു. കുറച്ച് ഏകദേശം ലക്ഷം രൂപങ്ങളോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള പ്രൊജക്റ്റുകൾ വളരെ ചുരുങ്ങിയ തോതിലുള്ളതായിരുന്നു, അതിന് വ്യാപ്തി കുറവായിരുന്നു. എന്നാൽ 30 വർഷത്തിന് ശേഷം, 3 ദശകങ്ങൾക്ക് ശേഷം ഹ്യൂമാനിറ്റി ഫസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ ബജറ്റ് പല ദശലക്ഷം പൗണ്ടുകളാണ്. ഇന്ന് ഹ്യൂമാനിറ്റി ഫസ്റ്റിൽ പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളുടെ ബജറ്റ് മാത്രം തന്നെ പല ദശലക്ഷം പൗണ്ടുകളാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ഇതോടൊപ്പം ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ ബജറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റ് ചാരിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാലും കുറവ് തന്നെയാണ് ബൗദ്ധികമായ നിലയിൽ നമ്മൾ കണക്കാക്കുമ്പോൾ, ചാരിറ്റിക്ക് വേണ്ടി രജിസ്റ്റേഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഈ പരിമിതമായ സ്രോതസ്സുകൾ ഉണ്ടായിട്ടും നിങ്ങളുടെ പ്രയത്നങ്ങളെ അള്ളാഹു വളരെയധികം അനുഗ്രഹീതമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വർദ്ധിതമായ നിലയിൽ പുരോഗതി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്, ഹ്യൂമാനിറ്റി ഫസ്റ്റിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം സൃഷ്ടി സേവനം ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആകളുടെ അനന്തരരാശികളാകുക എന്നതാണ്. ലോകത്തുള്ള പല ചാരിറ്റി കമ്മ്യൂണിറ്റികളും ഹ്യൂമാനിറ്റി ഫസ്റ്റുമായി ബന്ധപ്പെടുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വലിയ വിജയം നേടാൻ സാധിക്കുന്നു എന്നവർ അന്വേഷിക്കുന്നു. അതുപോലെ വിവിധ ഭൂവിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അവർക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തുന്നു. പല കോടിക്കണക്കിന് പൗണ്ടുകൾ ഉണ്ടായിട്ടും അവർക്ക് പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നവർ പരാതി പറയുന്നു. അനന്തമായ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം മുഖേനയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ കാലത്തിൻ്റെ ഖലീഫയുടെ ദുആയും ഇതിന് മുതൽക്കൂട്ടാണ്. ലക്ഷക്കണക്കിന് അഹമ്മദികളുടെ ദുആയും ഇതിന് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് ഏതുവരെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അഹമ്മദിയ ഖിലാഫത്തിൻ്റെ കൊടിക്കീഴിൽ, അഹമ്മദിയ ഖിലാഫത്തിൻ്റെ കീഴിൽ ദൈവപ്രീതിക്ക് വേണ്ടി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതോടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഇത് ദിനം പ്രതി അഭിവൃദ്ധി പ്രാപിക്കുന്നതായിരിക്കും. ചെയർമാൻ ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഇപ്പോൾ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്, വിവിധ തരത്തിലുള്ള വിഭാഗങ്ങളിൽ ഹ്യൂമാനിറ്റി ഫസ്റ്റ് സർവീസ് ചെയ്യുന്നുണ്ട്. എൻജിനീയറിംഗ് ഉണ്ട്, ഡിസാസ്റ്റർ റിലീഫ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ ധൈര്യത്തോടെ, വളരെ തൻ്റെടത്തോടു കൂടി, വളരെ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ മറികടന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ഥിരമായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ അനാഥ മന്ദിരങ്ങൾ, ഇതൊക്കെ സ്ഥാപിക്കുന്നു. അതുപോലെ ശുദ്ധജല വിതരണം, കുടിവെള്ളം ലഭ്യമാക്കുക എന്നീ സ്ഥിരമായിട്ടുള്ള പ്രോജക്റ്റുകളുമുണ്ട്. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പരിശ്രമങ്ങളാണ് ഹ്യൂമാനിറ്റി ഫസ്റ്റ് കാഴ്ചവെക്കുന്നത്. വളരെ ഗംഭീരമായ ജീവിതം മാറ്റിമറിക്കുന്ന പരിവർത്തനം കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. പല തരത്തിലുള്ള പല ഭാഗത്തുനിന്നും പല രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. UK ഹ്യൂമാനിറ്റി ഫസ്റ്റിനെ കുറിച്ച് ഹുസൂർ പറയുകയാണ്. ജർമ്മനി, UK, കാനഡ, അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക പ്രത്യേകമായ നിലയിൽ
കഴിഞ്ഞ കുറച്ച് വർഷമായി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും അവർ നല്ല വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. 2018 ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഗുവാട്ടിമാലയിൽ വളരെ അതിഗംഭീരമായ ഹോസ്പിറ്റൽ നിർമ്മിക്കുകയുണ്ടായി. വലിയൊരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ സംഗതി എന്ന് പറയുന്നത് ഇതിന് ബാഹ്യമായ നിലയിൽ ഉള്ള ഇതിനൊരു ഘടനയുണ്ട്, ബാഹ്യരൂപമുണ്ട്. അത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പിറകിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്, ഇതിലുള്ള വോളണ്ടിയേഴ്സും ഡോക്ടേഴ്സും അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലുള്ള പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് പ്രധാനമായ കാര്യം. അല്ലെങ്കിൽ കെട്ടിടങ്ങളും അല്ല നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ട കാര്യം. ഡോക്ടർമാർ വളരെ വൈദഗ്ധ്യം നേടിയ നിപുണരായ ഡോക്ടർമാരാണുള്ളത്. അവരുടെ ഹൃദയങ്ങളിൽ മനുഷ്യ സേവനത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയുണ്ട്. അതിനുവേണ്ടി അവർ സേവന നിരതരാണ്. സ്നേഹവും കാരുണ്യവും അവർ നിരന്തരം അതുകൊണ്ട് അവരുടെ പരിശ്രമങ്ങളുമൊക്കെ തന്നെ വ്യക്തമാണ്. ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും മറ്റൊരു സംഘടനകളും കാഴ്ചവെക്കാത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ ചെയർമാൻ പറയുക, ഞാനിത് എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ, ഞാനിങ്ങനെ ഒരു സൽഭാവന വെച്ചു പുലർത്തുന്നത് അല്ല, ഇതുപോലെ എല്ലാ നിജസ്ഥിതി എങ്കിൽ എന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. എല്ലാ ഹോസ്പിറ്റലും നിർമ്മിക്കുന്നതിന് വേണ്ടി ദശലക്ഷം പോളണ്ടുകൾ വേണ്ടതുണ്ട്. ഇത് ഇത്രമാത്രം സ്രോതസ്സുകൾ ഹ്യൂമാനിറ്റി ഫസ്റ്റിനില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ലഭ്യമായ സ്രോതസ്സുകൾ വളരെ ജാഗ്രതയോടെ ചെലവഴിക്കുകയും പ്ലാനിങ് ചെയ്യണം. ചില ക്ലിനിക്കുകളുണ്ട് 8-10 കട്ടിലുകൾ മാത്രമുള്ള അഡ്മിറ്റ് പേഷ്യൻറ്റുകൾക്ക് മാത്രമുള്ള സംവിധാനമുള്ളതുകൊണ്ട് വളരെ ചെറിയ ചിലവിൽ അങ്ങനെ നടത്തിക്കാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു വലിയ ഹോസ്പിറ്റൽ സ്ഥാപിക്കുക എന്നതിലുപരി എല്ലായിടങ്ങളിലേക്കും എത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിസ്ഥാനമായിട്ടുള്ള ആരോഗ്യ സേവനം ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ആവശ്യം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകമായ നിലയിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നിൽ നിർത്തി വലിയ പ്രൊജക്റ്റുകൾ ഓക്കെ. എന്നാൽ വലിയ ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ആവശ്യമായുള്ളത് അവിടെ സ്ഥാപിക്കുക. എന്നാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആണ് ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ ഹോസ്പിറ്റലുകൾ ചെന്ന് നിർമ്മിക്കണമെന്നല്ല. നമുക്ക് മെഡിക്കൽ ഒരുപാട് സംവിധാനങ്ങൾ 8-10 ക്ലിനിക്ക് 8-10 കട്ടിലുള്ള ക്ലിനിക്കുകൾ ജമാഅത്ത് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് ഒരുപാട് സഹായമായിട്ടുണ്ട്. ജനങ്ങളുടെ പെട്ടെന്ന് ഒരുപാട് സ്ഥലങ്ങളിലും ആരോഗ്യ സേവന കേന്ദ്രങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് ജീവഹാനി ലഭിക്കുന്നു, ജീവനഷ്ടം ഉണ്ടാകുന്നു. അതുകൊണ്ട് ചെറിയ ഹോസ്പിറ്റലുകളും വിവിധ രാജ്യങ്ങളിൽ ദൂര ദിക്കുകളിലേക്കും റിമോട്ടായിട്ടുള്ള ഏരിയകളിലേക്കും വ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹ്യൂമാനിറ്റി ഫസ്റ്റ് വളരെ നല്ല പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. ഹ്യൂമാനിറ്റി ഫസ്റ്റ് ജർമ്മനി ആഫ്രിക്കയിൽ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ചു. അത് വളരെ നല്ലൊരു തുടക്കമാണ്, നല്ലൊരു ചുവടുവയ്പ്പാണ്. അനാഥർക്ക് വളരെ സ്നേഹത്തോടെ വളരെ ദയയോടുകൂടി അവരെ സേവിക്കുന്നു. ഹ്യൂമാനിറ്റി ഫസ്റ്റ് കണ്ണിൻ്റെ നേത്ര ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഴ്ച ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച തിരികെ കൊണ്ടുവരാനുള്ള പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. ആവശ്യമുള്ളവർക്കൊക്കെ തന്നെ സമയം ആവശ്യപ്പെടുന്നത്, കാലം ആവശ്യപ്പെടുന്നത് പൂർത്തിയാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഗസയിൽ വളരെ ഭയാനകമായ സാഹചര്യമാണുള്ളത്.
UK ഹ്യൂമാനിറ്റി ഫസ്റ്റിന് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ സാധിക്കേണ്ടേ. വളരെ അപകടകരമായ സ്ഥിതിഗതികളിൽ അവിടെ അവരെത്തിച്ചേർന്ന് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടേ. യഥാർത്ഥത്തിൽ ഗസൻ്റെ ലോക്കൽ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ടീം പ്രത്യേകിച്ച് അവരോട് ഞങ്ങൾ നന്ദിയും അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആയും ചെയ്യുന്നു. അവർ വളരെ ധൈര്യത്തോടു കൂടി തങ്ങളുടെ ജീവനും തങ്ങളുടെ എളുപ്പങ്ങളും ഇതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ വകവെക്കാതെ അവർ മുന്നോട്ട് വരികയുണ്ടായി. അവരാഗ്രഹിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നത് മാത്രമാണ്. ഇസ്ലാം അവരുടെ ഹൃദയത്തിൽ മനുഷ്യത്വത്തോട് സ്നേഹം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സ്നേഹത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അള്ളാഹു അതിനുള്ള തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്ക് എപ്പോഴും സംരക്ഷണമേകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു പ്രയാസങ്ങളുടെ ഇടയിൽ ഹ്യൂമാനിറ്റി ഫസ്റ്റ് വ്യക്തിപരമായ നിലയിലും പലരും തങ്ങളുടെ ജീവിതത്തെ തന്നെ അപകടത്തിൽ വെച്ചുകൊണ്ട് ജീവാപായ ഘട്ടങ്ങളിൽ പോലും അവർ പിന്നോട്ട് മാറുകയുണ്ടായില്ല. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നല്ലവണ്ണം നിറവേറ്റുകയുണ്ടായി. ഭക്ഷണം എത്തിക്കുക, കുടിവെള്ളം എത്തിക്കുക, അതുപോലെ വിവിധ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ ടെൻറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുക, അതൊക്കെ തന്നെ അവർ ചെയ്യുകയുണ്ടായി. ഓരോരോ പൈസയും ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഗസക്ക് വേണ്ടി സ്വരുക്കൂട്ടിയ സമാഹരിച്ച ഓരോരോ പൈസയും ഗസയിൽ തന്നെ ചെലവഴിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റ് ചാരിറ്റികളിൽ ജമാഅത്തിൻ്റെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്നെ വളരെയധികം അഭിനന്ദിക്കുകയുണ്ടായി. അവരുടെ പ്രയത്നങ്ങളെ ശ്ലാഘിക്കുകയുണ്ടായി. യു എൻ ഒയുടെ ഏജൻസികളും സത്യം പറയുകയാണെങ്കിൽ അവരും ഈ കാര്യം ഏറ്റുപറയുന്നതാണ്. ലജ്നയുടെ മെമ്പർമാരുമുണ്ട് ഹ്യൂമാനിറ്റി ഫസ്റ്റിന്. അവരും അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം സേവനം ചെയ്ത് വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അവരും ചെയ്യുകയുണ്ടായി. ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റ് രാജ്യങ്ങളിലുള്ള കമ്മിറ്റി ഹ്യൂമാനിറ്റി ഫസ്റ്റുകളുടെ പരിപാടികളിലും കൂടുതൽ പുരോഗതി ഉണ്ടാകും. അവർക്കും സ്ഥിരമായിട്ട് അള്ളാഹു ഖിദ്മത്തിനുള്ള സേവനത്തിലുള്ള തൗഫീഖ് നൽകുമാറാട്ടെ. ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വ്യാപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബജറ്റ് ആദ്യം ആയിരങ്ങളിലാണെങ്കിൽ ഇപ്പോൾ പല ദശലക്ഷങ്ങളായിരിക്കുന്നു. ഇതിനിപ്പോൾ കോടികളിലേക്ക് പരിണമിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ്. ഏതുവരെ സാമ്പത്തിക ആവശ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ അള്ളാഹു പൂർത്തിയാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ കടമ എന്ന് പറയുന്നത് മനുഷ്യ ജീവനെ സഹായിക്കുക എന്നതാണ്. അതിനുവേണ്ടി നിസ്വാർത്ഥമായ നിലയിലുള്ള സേവനങ്ങളായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതിന് അചഞ്ചലമായ അതുപോലെ തന്നെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അത് അശ്രാന്ത പരിശ്രമങ്ങൾ വേണ്ടതുണ്ട്. അതിന് നമ്മൾ പരിക്ഷീണിതരാകരുത്, ക്ഷീണിച്ച് പിന്മാറരുത്. നമുക്ക് ഇതിൽ സ്ഥൈര്യം നിലനിർത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദുആയോടും കൂടിയും എളിമയോടും താഴ്മയോടും കൂടി ഉണ്ടായിരിക്കണം. ഭൗതികമായ ശക്തികൾ നിങ്ങളെ അംഗീകരിക്കണം, നിങ്ങളെ ബഹുമാനിക്കണം, പ്രശംസിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാമീപ്യം ആയിരിക്കണം. നിങ്ങളുടെ ആഗ്രഹം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുപോലെ വിശുദ്ധ ഖുർആൻ്റെയും അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നിങ്ങൾ പാലിക്കുന്നവരായിരിക്കണം. 30 വർഷത്തിന് ശേഷം നിങ്ങൾ ഇനിയിപ്പോൾ വിശ്രമിക്കേണ്ട സമയമല്ല ഇത്. അല്ലെങ്കിൽ നിങ്ങൾ സംതൃപ്തിയരായിക്കൊണ്ട് ഇരിക്കരുത്, മറിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. അടുത്ത 30 വർഷത്തേക്കുള്ള പ്ലാനിങ്ങുകൾ ആവിഷ്കരിക്കേണ്ട സമയമാണിത്. ഒരു വളരെ ദീർഘവീക്ഷണത്തിൻ്റെയും ലോകവീക്ഷണത്തിൻ്റെയും ആവശ്യമാണുള്ളത്. ഇപ്പോൾ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഇതിലും കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി ഉള്ള പല ഘട്ടങ്ങളും തരണം ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ലക്ഷ്യമെന്നത് എപ്പോഴും തന്നെ മനുഷ്യ സേവനം എന്നത് വളരെ ത്വരിതഗതിയിലായിരിക്കണം. അതായത് വളരെ മന്ദഗതിയിലാകരുത്, അത് മന്ദീഭവിക്കരുത് ഒരിക്കലും തന്നെ.
നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിശാലതയും അതുപോലെ തന്നെ കൂടുതൽ അഭിവൃദ്ധിയും മുമ്പത്തേക്കാൾ വളരെയധികം വേഗതയിലായിരിക്കണം. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് ഇന്ന് ഒരു അനിശ്ചിതമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഒരു അരക്ഷിതാവസ്ഥയാണുള്ളത്. ലോകത്തിൻ്റെ സാമ്പത്തികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ അവസ്ഥകൾ വളരെയധികം അനിശ്ചിതമായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ യുദ്ധങ്ങളും കലഹങ്ങളും പൊട്ടിപ്പുറപ്പെടുവിക്കുന്നു. പലതരത്തിലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ആഗോള യുദ്ധത്തിലേക്ക് വേണ്ടി, ലോകമഹായുദ്ധത്തിലേക്ക് വേണ്ടിയാണ് ലോകം നീങ്ങുന്നത്. അങ്ങനെ ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ പിന്നെ എല്ലാ സ്രോതസ്സുകളും അതിനൊക്കെ അറുതി വരുന്നതായിരിക്കും. രൂപയും പണവും ബാഹ്യമായിട്ടുള്ളതിനൊക്കെയുള്ള വില ഇല്ലാതാകും. അതുകൊണ്ട് ഒരു വലിയ സമഗ്രമായ പദ്ധതി ഹ്യൂമാനിറ്റി ഫസ്റ്റ് ആവിഷ്കരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യകുലത്തെ സേവിക്കാൻ സാധിക്കുക, യുദ്ധബാധിത പ്രദേശങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചെല്ലാൻ സാധിക്കും എന്ന്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ടീമിന് ഒരുപാട് അനുഭവങ്ങളുമുണ്ട്, അനുഭവ സമ്പത്തുമുണ്ട്. വിവിധ ഭൂകമ്പങ്ങളിലും സുനാമികളിലും അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള എല്ലാ പ്രളയങ്ങളിലുമൊക്കെ തന്നെ ഇവർ എത്താൻ സാധിച്ചിട്ടുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് കൂടുതൽ തയ്യാറെടുപ്പുകൾ, സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. മുമ്പ് ഇല്ലാത്ത ഒരുപാട് അവസ്ഥ ഇനിയും സാഹചര്യങ്ങളുണ്ടാകും. ഭൂതകാലത്തിൽ നമുക്ക് അനുഭവത്തിൽ വരാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ സേവകർ അതുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ തന്നെ നഷ്ടപ്പെട്ട് ജീവിതം വെടിഞ്ഞാലും ഇതിനു വേണ്ടിയുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരു വളരെ ഉദാത്തമായ ആസൂത്രണവും അതുപോലെ തന്നെ പരസ്പര സഹകരണത്തോടെയുള്ള വീണ്ടും വിചാരങ്ങളും ആവശ്യമുണ്ട്. കൂടുതൽ ചർച്ചകളിലും ഇതിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ പ്രദേശങ്ങളിലേക്കാണ് നിങ്ങളുടെ സേവനം അവിടെ ലഭ്യമാക്കേണ്ടത്, നിങ്ങളുടെ സേവനം ആവശ്യമായുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തണം. ജനങ്ങളുടെ പ്രയാസങ്ങളെയും അവരുടെ ദുരിതങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയുള്ള നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ പ്രാഥമികമായ തലത്തിൽ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടത് എനിക്കറിയാം. എന്നാൽ കൂടുതൽ അത് വിശാലമാക്കേണ്ടതുണ്ട്. ലോകത്ത് ജനങ്ങൾ വ്യക്തി ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം മനുഷ്യ സേവനം മാത്രമായിരിക്കണം, കേവലം മനുഷ്യ സേവനമായിരിക്കണം. അല്ലാഹു നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ 30 വർഷത്തെ അഭിവൃദ്ധികൾ അതിലും കൂടുതൽ ഇനിയും ഉണ്ടാകട്ടെ. നിങ്ങൾ എവിടെ സേവനം ചെയ്യുകയാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ ഉപരി പൂർവാധികം ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് എപ്പോഴും ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഉയരാനും പ്രതീക്ഷകൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഒരു പ്രത്യാശയുടെ ഒരു ഗോപുരമായി വിരാജിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ദുആ. ആമീൻ. हाँ जी, अब क्या प्रोग्राम है आपका? है